SUCIയുടെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗം ആശാ വർക്കർമാർ നടത്തുന്ന സമരത്തിന് പിന്തുണയുമായി BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ സമരപ്പന്തലിലെത്തി. എല്ലാം കേന്ദ്രത്തിൻ്റെ തലയിൽ വെച്ച് രക്ഷപ്പെടാമെന്ന് വിചാരിക്കേണ്ടെന്നും കേന്ദ്രം കൊടുക്കാനുള്ളതെല്ലാം വേറെ കൊടുക്കുന്നതല്ലാതെ വേറെ എന്ത് കാശാണ് സംസ്ഥാനം കൊടുക്കുന്നതെന്നും സമരവേദിയിൽ കെ സുരേന്ദ്രൻ്റെ കള്ളം പറച്ചിൽ. ഈ വർഷം കേന്ദ്രം ബജറ്റിൽ നീക്കിവച്ചിരിക്കുന്ന തുക 16% അധികമാണ്. കേരളത്തിന് കിട്ടിയത് 16% അധികമാണ്. ഈ NHMന്റെ കാശ് അല്ലാതെ നിങ്ങൾ ഏത് കാശ് എടുത്തിട്ടാണ് ഇവർക്ക് ആ ഓണറേറിയം കൊടുക്കുന്നത്? ഇന്ത്യയിൽ വേറെയും സംസ്ഥാനങ്ങളുണ്ട്. കേരളത്തിൽ ലഭിക്കുന്നതിനേക്കാൾ മെച്ചപ്പെട്ട വേതന സേവന വ്യവസ്ഥിതികൾ അനുഭവിക്കുന്ന ആശാ വർക്കർമാർ ഇന്ത്യയിലുണ്ട്. നിങ്ങളത് മറന്നുപോകരുത്. നമ്മൾ വീട്ടിൽ നിന്ന് എടുത്തു കൊടുക്കുന്നതല്ല. സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം കണക്കുകളുണ്ട്. മന്ത്രിമാരായിരുന്നവര്, MLA മാര്, MP മാരൊക്കെ ഇരിക്കുന്നതുകൊണ്ടുണ്ട്. സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കേണ്ട ന്യായമായിട്ടുള്ള കണക്കുകൾ കൊടുക്കണം. യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റിന്റെ അടുത്ത് അത് കൊടുക്കണം. ചെലവഴിച്ച തുകയ്ക്ക് വൗച്ചർ കൊടുക്കണം. പല കാര്യങ്ങളിലും അടിസ്ഥാനപരമായി കേരളത്തോട് വിയോജിപ്പുണ്ട്. ഇപ്പോൾ സമരപ്പന്തലിൽ, തിരുവനന്തപുരത്തെ സമരപ്പന്തലിൽ കെ സുരേന്ദ്രൻ എന്ന BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞൊരു വലിയ കളവാണ് വലിയ തോതിൽ ചർച്ചയാകുന്നത്. കേന്ദ്രം ഇപ്പോൾ നിയമസഭയിൽ തന്നെ രേഖകൾ വെച്ച് അല്പം മുമ്പ് നമ്മൾ കണ്ടതാണ്. 100 കോടി രൂപയാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം മാത്രം. അതിൽ 1 രൂപ പോലും കേന്ദ്രം ഈ ആശാ വർക്കർമാർക്ക് നൽകാനുള്ള ഇൻസെൻറ്റീവ് തുകയിൽ നൽകാനുള്ളത്. അങ്ങനെ ഇരിക്കെയാണ് കേരളം ഏറ്റവും അധികം 7000 രൂപ, അതായത് ഒരു 13,500 രൂപ കയ്യിൽ കിട്ടുന്ന ആശാ വർക്കർക്ക് കേരളത്തിൽ 9,600 രൂപ അത് സംസ്ഥാന വിഹിതമായി മാത്രം കിട്ടുന്നു. അതിൽ കേന്ദ്രം നൽകേണ്ടതിൽ തന്നെ 100 കോടി കുടിശ്ശിക കേരളത്തിന് വരുത്തിയിരിക്കുന്നു. കഴിഞ്ഞ 1 വർഷക്കാലമായി 1 രൂപ പോലും തന്നിട്ടില്ല. കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായി കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രി ഇതിനുവേണ്ടി മാത്രം ദില്ലിയിൽ പോയി ചർച്ച നടത്തി. ഇതാണ് സാഹചര്യമെന്നിരിക്കെ ആണ് രാഷ്ട്രീയ പ്രേരിതമായി നടക്കുന്ന ഒരു സമരത്തിൽ ചെന്ന് വലിയ കളവ് രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള കെ സുരേന്ദ്രൻ പറഞ്ഞത് 1 രൂപയും നൽകാനില്ല എന്ന മട്ടിൽ അവരോട് പറഞ്ഞത്. പക്ഷേ നാട്ടിൽ വസ്തുതകളും വിവരങ്ങളും കണക്കുകളുമൊക്കെ ആളുകളുടെ മുമ്പിൽ വളരെ വ്യക്തമായി നിൽക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു വലിയ കളവ് ഒരു സമരപ്പന്തലിൽ പോയി BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞത് എന്നുള്ളത് കൂടിയാണ്. അതടക്കം ഇപ്പോൾ വെളിവാകുകയാണ്.